ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിവിൻ റിസോർട്ടിൽ കാവേരിക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞതനുസരിച്ച് അതറിയിക്കാനായി വിനീത് കാവേരിയെ തയ്യൽ കടയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുക. കൂടെ നിവിനുമുണ്ട്. കാര്യമറിഞ്ഞ അവളും സത്യം എനിക്ക് എന്ത് കിട്ടും ശമ്പളമായിട്ടെന്ന് വിനീതിനോട് ചോദിക്കുക. കാവേരി ഒരാൾ ജോലി തരാന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് വിനീത് ചോദിക്കുക. റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ടല്ലേ, ജോലിയൊക്കെ എനിക്ക് അത്യാവശ്യം തന്നെയാ, അതുപോലെ പണവും പ്രധാനമാണ് എന്ന് കാവേരിയും. അതേ, തരക്കേടില്ലാത്തൊരു ശമ്പളം ഉണ്ടാവും, പിന്നെ റിസോർട്ടിന്റെ ലാഭമൊന്നും മാഡം ചോദിച്ചേക്കരുത് എന്ന് നിവിൻ പറയേ. അപ്പോ ശരിക്കും ജോലി കിട്ടോ എന്ന് സംശയത്തോടെ കാവേരിയും. എത്ര തവണ പറഞ്ഞതാ കാവേരി, ഗംഗ പറഞ്ഞിട്ട് ഞാനല്ലേ നിവിനോട് ജോലിക്കാര്യം പറഞ്ഞത്. അപ്പോ റിസോർട്ടിൽ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഒഴിവുണ്ടായിരുന്നു എന്ന് വിനീത് പറയേ. അല്ല, ഇയാളുടെ അമ്മ എന്റെ കാര്യം സമ്മതിച്ചോ എന്ന് കാവേരിയും. അത് കേൾക്കെ നിവിനും അമ്മ എന്തിനു സമ്മതിക്കണം, റിസോർട്ടിന്റെ കാര്യമൊക്കെ ഞാനാ നോക്കുന്നേ എന്ന് പറയേ. കാവേരി പൊട്ടിച്ചിരിക്കുക. ഇത് കാണേ ചമ്മലോടെ ഹലോ എന്താ ചിരിക്കുന്നതെന്ന് നിവിൻ ചോദിക്കേ. അല്ല, ഇയാൾ ഒറ്റയ്ക്ക് തീരുമാനമൊക്കെ എടുക്കുന്നത് ആലോചിച്ച് ചിരിച്ചു പോയതാ എന്ന് കാവേരിയും. ഒരു കമ്പിത്തിരി കത്തിക്കുമ്പോ കയ്യിലൊരു തീപ്പൊരി വീണാൽ അമ്മാന്നും വിളിച്ചോണ്ട് അമ്മയുടെ സാരിത്തുമ്പിന് പിന്നിൽ ഒളിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചവൾ വീണ്ടും പൊട്ടിച്ചിരിക്കെ. അതെ, ഈ റിസോർട്ട് അഡ്മിനിസ്ട്രേഷന്റെ കാര്യമൊക്കെ ഞാനാ നോക്കുന്നത് എന്ന് നിവിൻ പറയേ. പിന്നെ ഞാൻ അവിടെ വന്നപ്പോ കണ്ടതല്ലേ മരത്തിന് പിന്നിൽ ഒളിച്ചു നിന്നുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ന് കാവേരി ചോദിക്കെ. എല്ലാം കേട്ടിരുന്ന സലീമയ്ക്കയും ശരിക്കും ആരാ തൊഴിലാളി, ആരാ മുതലാളി? ഞാൻ കാര്യമായിട്ട് പറയുക വിനീതേ, തൊഴിലാളി വർഗമായാൽ ഇതുപോലെ ചോദ്യങ്ങൾ ഉന്നയിക്കും. സമരസഖാവിന് അഭിവാദ്യങ്ങൾ എന്ന് കാവേരിക്ക് പിന്തുണ നൽകുക സലീമിക്കയും. സലീമിക്ക ഒന്നും മിണ്ടാതിരിക്കുന്ന സലീമിക്കയെ താക്കീത് ചെയ്ത് വിനീത് കാവേരിയോടായി. കാവേരി ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ, ജോലിക്ക് 100 പേരെ കിട്ടും പുഷ്പവാടിയിൽ. ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു സഹതാപം കൊണ്ടാ ഇവൻ ജോലിയുമായിട്ട് വന്നത്, കാവേരിക്ക് വേണ്ടെങ്കിൽ വേണ്ട. നിവിനെ കളിയാക്കണ്ടെന്ന് വിനീതും. ഇതൊന്നും വർക്കൗട്ട് ആവാൻ പോകുന്നില്ല വിനീതേട്ടാ, രാജേശ്വരി ആന്റിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് കാവേരി ഓർമ്മിപ്പിക്കെ. അത് കാവേരിയുടെ ഭാഗത്തെ കുഴപ്പമല്ലേ, കുറച്ചു കൂടുന്നുണ്ടായിരുന്നു കുട്ടികളി. ഇനി ജോലിക്ക് പോയാലും അടങ്ങി ഒതുങ്ങി നിന്നോണം, എന്റെയും നിവിന്റെയും ഗ്യാരണ്ടി ആയിരിക്കും ആ ജോലി എന്ന് വിനീത് പറയേ. അപ്പോ ജോലി കിട്ടുമല്ലേ എന്ന് കാവേരി. അത് കേൾക്കെ നിവിനും തലയാട്ടിക്കൊണ്ട് അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ എനിക്ക് വിട്ടേക്കാം. ജോലിക്ക് കയറുന്നതിന് മുമ്പ് അമ്മയുടെ വക ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടാവും, അത് വെറും ഒരു ഫോർമാലിറ്റി മാത്രമാണെന്ന് നിവിൻ പറയേ. ഉറപ്പാണല്ലോ എന്ന് കാവേരിയും. ഞാനല്ലേ പറയുന്നത് എന്ന് നിവിൻ പറയുമ്പോഴേക്കും അപ്പോ എന്നാ കൈ കൊടുക്കുന്ന സന്തോഷത്തോടെ കാവേരി കൈ നീട്ടുമ്പോഴേക്കും നിവിനും എഴുന്നേറ്റ് കൈ നീട്ടുന്നുണ്ടെങ്കിലും കാവേരി ഷെയ്ക്കാൻഡ് നൽകുന്നത് വിനീതിനാണ്. ഒരു ചമ്മലോടെ നിവിൻ കൈ പിൻവലിക്കുമ്പോഴേക്കും അത് കാണുന്ന സലീമിക്കയും ഒരു ചിരിയോടെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുകയാണ്. പിന്നീട് സ്നേഹതീരത്തിൽ ശാരദ അവിടെ മുറ്റമടിക്കുകയും ഗംഗ ചെടി നനയ്ക്കുകയും ചെയ്യുമ്പോഴാണ് കാവേരി അങ്ങോട്ട് ഓടി വന്ന് റിസോർട്ടിൽ തനിക്ക് ജോലി കിട്ടിയ കാര്യം ഗംഗേച്ചിയോട് പറയുന്നത്. കുട്ടികൾക്ക് ഗംഗയും സത്യം നീ പോയി അമ്മയോട് പറ എന്ന് പറയും. ഗംഗേച്ചി കൂടി പറ വാ ചേച്ചി എന്ന് പറഞ്ഞ് കാവേരി ഗംഗയും കൂട്ടിക്കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അമ്മയും മുറ്റം അടിക്കുന്നത് നിർത്തി എന്താടീന്ന് ചോദിക്കേ. അമ്മേ എനിക്കൊരു ജോലി കിട്ടിയെന്ന് കാവേരിയും. ഗവൺമെന്റ് ജോലിയാ എന്ന് സന്തോഷത്തോടെ ശാരദ ചോദിക്കേ. പുഷ്പവാടിയിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഒഴിവുണ്ടായിരുന്നല്ലോ, ആ ജോലിയാ കിട്ടിയതെന്ന് കാവേരി പറയേ. പുഷ്പവാടിയിൽ ഇവിടുന്ന പ്രധാനമന്ത്രി എന്ന് ശാരദയും ആലോചനയോടെ നിൽപ്പാ. ഓ അമ്മേ, ഇത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ജോലിയൊക്കെ എടുത്തു തരാൻ അത് പച്ചക്കറിക്കടയിലെ സവാളയൊന്നും അല്ലല്ലോ എന്ന് കാവേരി ചോദിക്കേ. പിന്നെ എന്ത് ജോലിയാ എന്ന് ദേഷ്യത്തോടെ ശാരദ. റിസോർട്ടിലെ ജോലി അമ്മയെന്ന് കാവേരി പറയേ. റിസോർട്ടിൽ എന്ത് ജോലി എന്ന് ശാരദ. റിസപ്ഷനിസ്റ്റ് ആയിട്ടെന്ന് കാവേരി പറയാ. റിപ്പസിനിസ്റ്റോ നമ്മ ചോദിക്കേ. അങ്ങനെയല്ല അമ്മേ, റിസപ്ഷനിസ്റ്റ്. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം ടു അവർ റിസോർട്ട്, ഹൗ ഡു യു ഡു സർ, ഐ ആം അറ്റ് എ സർവീസ് അങ്ങനെയൊക്കെ പറയില്ലേ എന്ന് കാവേരി ചോദിക്കേ. ആ അതെനിക്ക് മനസ്സിൽ, അരവിന്ദേട്ടന്റെ കൂടെ പുഷ്പവാടിക്ക് പുറത്തു പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഹോട്ടലിന്റെ മുന്നിൽ നിന്ന് ബോർഡൊക്കെ പിടിച്ച് ആളെ വിളിച്ച് കയറ്റുന്നതല്ലേ, ഊണ് റെഡി എന്ന് പറയണ പണിയല്ലേ എന്ന് അമ്മ ചോദിക്കുന്നതുകൾക്ക് അയ്യോ ഇതൊന്നുമല്ല, ഗസ്റ്റുകളെ സ്വാഗതം ചെയ്യുക, അവിടുത്തെ അക്കൗണ്ട്സ്, ഫ്ലോർ ക്ലീനിങ്, കിച്ചൺ എല്ലാത്തിന്റെയും മേൽനോട്ടമുണ്ട്, ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ഓൾ ഇൻ ഓൾ ഞാനാ എന്ന് കാവേരി പറയേ. എന്ന് പറഞ്ഞ ഹോട്ടലിലെ അടുക്കളപ്പണി, തുടക്കല്, പാത്രം കഴുകല്, ഇതൊക്കെ അല്ലേ ഡി, ഇതിനാണോ നിന്നെ കോളേജ് വിട്ട് പഠിപ്പിച്ചേ എന്നമ്മ കാവേരിയെ വഴക്കു പറയേ. അമ്മേ, ഈ പുഷ്പവാടിയിലെ റിസോർട്ടുകളും ഹോട്ടലുകളും മാത്രമല്ലേ ഉള്ളൂ, ഇവിടെ വേറെന്ത് ജോലി കിട്ടാനാന്ന് ഗംഗ ചോദിക്കേ. എന്ന് കരുതി എന്ന് അമ്മയും. എന്നാ ഞാൻ സിറ്റിയിൽ പോയി ജോലി അന്വേഷിക്കട്ടെ എന്ന് കാവേരി ചോദിക്കേ. അവിടെ നീ പോയി തനിച്ച് താമസിക്കണ്ടേ എന്ന് അമ്മയും. അമ്മ ഇങ്ങനെ രണ്ടും കൂടി പറയല്ലേ, ഞാൻ ജോലിക്ക് പോണോ വേണ്ടയോ അത് പറഞ്ഞാ മതി എന്ന് കാവേരി ചോദിക്കേ. ആ എനിക്കൊന്നും അറിയാൻ പാടില്ലെന്ന് അമ്മയും. എന്നാൽ അമ്മ നിലവറയിൽ പൂട്ടിവെച്ചിരിക്കുന്ന നിധിയിൽ നിന്നും 2 രത്നങ്ങൾ എടുത്തുതാ, അത് വിറ്റിട്ട് നമുക്കെല്ലാവർക്കും ഒരു ജോലിയും ചെയ്യാതെ ഉണ്ടുറങ്ങി താമസിക്കാം എന്ന് കാവേരി പറയേ. പരിഹസിക്കല്ലേ എന്ന് അമ്മയും. സമ്മതിച്ചു കൊടുക്കാമേ, എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സില്ലേ, ഞാൻ നാട്ടുകാർക്ക് ബ്ലൗസ് തയ്ച്ചു കൊടുക്കുന്നതല്ലേ, ഇപ്പൊ നമുക്കുള്ള വരുമാനം പുറത്തു പറയുമ്പോൾ വലിയ അന്തസ്സുള്ള പണിയാണോ അത്
എനിക്കതിൽ ഒരു കുറച്ചിലും തോന്നിയിട്ടില്ല. ഗൾഫിലച്ഛൻ എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ടാവും. ആ വരുമാനം കൊണ്ടല്ലേ നമ്മൾ ഇത്രനാളും ജീവിച്ചത്. ജോലിയാവുമ്പോൾ നമുക്കറിയാവുന്ന കൂട്ടരാണെന്ന് ഗംഗ പറയേ. ആര് എന്ന് ശാരദയും വഴിയാമ്മേ ജോലി കിട്ടിയിരിക്കുന്നത്. അവരുടെ റിസോർട്ടിലാ. ടീ കപ്പ് എന്ന് കാവേരി പറയേ. നിവിനോ? അതാരെന്ന് അമ്മയോ? അമ്മേ, ജയപാലങ്ങളിന്റെ അനിയത്തില്ലേ രാജേശ്വരി, അവരുടെ മകനാ. അമ്മയ്ക്കറിയാം. അച്ഛന്റെ മരണസമയത്തൊക്കെ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് കാവേരി പറയുന്നത് കേൾക്കെ ആ പയ്യൻ എന്തിനാ നിനക്ക് ജോലി അന്വേഷിക്കുന്നതെന്ന് അമ്മയും. വിനീതേട്ടന്റെ കൂട്ടുകാരനല്ലേ, ഞാൻ വിനീതേട്ടനോട് ജോലിക്കാരൻ പറഞ്ഞിരുന്നു എന്നവൾ പറയുന്നത് കേൾക്കെ ഇത് ശരിയാവൂലെന്ന് അമ്മയും. എന്താ അമ്മയെന്ന് കാവേരി പറയേ. ഓണത്തിന്റെ സമയത്ത് ആ സ്ത്രീ നിന്റെ അടുത്ത് ചാടിക്കടിക്കാൻ വന്നത് ഓർമ്മയുണ്ടോ നിനക്ക്? റിസോർട്ടിൽ നിന്നെ തനിച്ച് കിട്ടിയാലേ ആ സ്ത്രീ നിന്നെ ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കും എന്നമ്മ ഓർമ്മിപ്പിക്കേ. ഞാനോട്ടും മോശമല്ലല്ലോ എന്ന് കാവേരിയും. അത് തന്നെയാ കുഴപ്പം. അരവും കൂടി ചേരുമ്പോഴുള്ള കുഴപ്പം അറിയാലോ എന്നമ്മ ഓർമ്മിപ്പിക്കേ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അമ്മേ, ചിലപ്പോൾ ഞാൻ നന്നായാലോ എന്ന് കാവേരിയും. അതിനെ സൂര്യൻ പടിഞ്ഞാറുദിക്കണമെന്ന് അമ്മയും. മനസ്സ് വെച്ചാൽ നമുക്ക് ഉദിപ്പിക്കാം അമ്മേ, ഇതൊന്ന് സമ്മതിക്കെന്ന് കാവേരിയും. ദേ മിണ്ടാതിരിക്കെ കൊച്ചേ എന്ന് ശാരദയും. ഈ സമ്മതിക്കമ്മേ, നമുക്കിപ്പോ പണത്തിന്റെ ആവശ്യമുണ്ടല്ലോ എന്ന് ഗംഗ പറയേ. ഒന്ന് സമ്മതിക്കമ്മേ എന്ന് കാവേരിയും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ജയപാലേട്ടനോടൊന്ന് ചോദിക്കണമെന്ന് ശാരദയും. അതെന്തിനാ ജയപാലനങ്ങളോട് ചോദിക്കുന്നതെന്ന് കാവേരി ചോദിക്കേ. ജയപാലനേട്ടൻ അറിയാതെ ഈ വീട്ടിൽ ഒരു ഈച്ച പോലും പറക്കാം. എന്റെ ഫോൺ ഇങ്ങ് തന്നേന്ന് പറഞ്ഞ് കാവേരിയുടെ മൊബൈൽ വാങ്ങിക്കൊണ്ട് ശാരദ ജയപാലിനെ വിളിക്കുകയാണ്. അവിടെ ബെഡ്റൂമിൽ പ്രവീണ പില്ലോ കവർ മാറ്റുകയായിരുന്നു. അപ്പോഴാണ് അവിടെ വെച്ച ജയപാലന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. പ്രവീണ കോൾ അറ്റൻഡ് ചെയ്ത് ആ ശാരദയെ പറ എന്ന് പറയേ. പ്രവീണെ, ജയപാലേട്ടനില്ലേ അവിടെയെന്ന് ശാരദ ചോദിക്കെ. ആള് കുളിക്കുക, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രവീണയും. കാവേരിക്ക് രാജേശ്വരിയുടെ റിസോർട്ടിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് എന്ന് ശാരദ പറയേ. അതെയോ, അതൊരു നല്ല കാര്യമാണല്ലോ. എന്ത് ജോലിയാന്ന് പ്രവീണയും. അത് പറയാൻ ശ്രമിച്ചുകൊണ്ട് എന്തോ ഒരു ജോലിയാ, എനിക്കത് പറയാൻ അറിയില്ല എന്താണെന്ന് ശാരദ പറയുമ്പോഴേക്കും ജയപാലനും കുളി കഴിഞ്ഞ് അങ്ങോട്ടെത്തി. ആരാ എന്ന് പ്രവീണയോട് പതിയെ ചോദിക്കുകയാണ്. ശാരദയാ, നമ്മുടെ കാവേരിക്ക് രാജിയുടെ റിസോർട്ടിൽ ഒരു ജോലി ശരിയായെന്ന് എന്ന് പ്രവീണ പറയുന്നത് കേൾക്കെ. പ്രവീണെ, ഫോൺ ജയപാലേട്ടന്റെ കയ്യിലൊന്ന് കൊടുക്കാവോ എന്ന് ശാരദയും. അതിനെന്താ, കൊടുക്കാലൊന്ന് പറഞ്ഞ് പ്രവീണ നീട്ടുമ്പോഴേക്കും താല്പര്യമില്ലാതെ ജയപാലനും ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ചിരിയോടെ ശാരദെ, കാവേരിക്ക് ജോലി റെഡിയായല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിലെ അവൾക്കൊരു ജോലി ആവശ്യമാണ്. എനിക്ക് സന്തോഷമായി. അവിടെ എന്തായാലും കാവേരി മോൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഞാൻ രാജിയെ വിളിച്ച് സംസാരിച്ചോളാമെന്നേ എന്ന് പറയേ. ശരിയെന്ന് ശാരദ. ശരിയെന്ന് പറഞ്ഞൊരു ചിരിയോടെ സന്തോഷം അഭിനയിച്ച് ജയപാലനും കോൾ വയ്ക്കുകയാണ്. ജയപാലനും ദേഷ്യത്തോടെ പ്രവീണയോടായി. ഓ, നീ എന്തിനാടി എനിക്ക് വന്ന കോൾ എടുത്തത് എന്ന് ചോദിക്കേ. ശാരദ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വിളിക്കുന്നതാണെന്ന് കരുതിയെന്ന് പ്രവീണയും. പിന്നെ ശാരദ, ഇനി തള്ളിമക്കളും ചാവാണെന്ന് പറഞ്ഞാൽ കൂടി ഫോൺ എടുത്തേക്കരുത് കേട്ടല്ലോ. അവൾ ഫോൺ എടുക്കാൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞ് ജയപാലൻ അവിടുന്ന് പോവുകയാണ്. അവിടെ ഗംഗയും അമ്മയോടായി. ജയപാലനെങ്കിൽ എന്തു പറഞ്ഞമ്മയെന്ന് ചോദിക്കേ. ഓ, പൊയ്ക്കോളം പറഞ്ഞു. സന്തോഷമായല്ലോ നിനക്കെന്ന് കാവേരിയോട് ചോദിച്ച് അമ്മ അകത്തേക്ക് കയറി പോവുകയും. ഗംഗയും കാവേരിയോടായി. എടി, എന്താടി നിനക്ക്? അമ്മ സമ്മതിച്ചല്ലേ ജോലിക്ക് പോവാൻ എന്ന് ചോദിക്കേ. അമ്മയല്ലല്ലോ, ജയപാലനങ്ങളല്ലേ എന്ന് കാവേരിയും. പോട്ടെടി, കാര്യം നടന്നാ പോരെ എന്ന് ഗംഗ ചോദിക്കേ. ഗംഗച്ചിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒറ്റയ്ക്കൊരു ജോലി സമ്പാദിച്ചു കൊണ്ടുവരുമ്പോഴുള്ള ഒരു ത്രില്ലില്ലേ, ജയപാലനങ്ങൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന്റെ ഒരു രസം. ഇതിപ്പോ ആ ത്രില്ല് മുഴുവൻ ശവപ്പെട്ടിയിൽ അടച്ചു പൂട്ടിയില്ലേ എന്ന് കാവേരി ദേഷ്യത്തോടെ പറയേ. നീ ഇതൊക്കെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ എന്ന് ഗംഗയും. ഒഴിവാക്കാൻ പലതവണ ശ്രമിച്ചിട്ടും ഒരു ഒഴിയ ബാധ പോലെ അയാൾ നമ്മളെ പിന്തുടരുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽപ്പാ കാവേരിയും. അവിടെ രാജേശ്വരിയുടെ റിസോർട്ടിൽ റിസപ്ഷനിലിരിക്കുന്ന ആസിഫിനോട് ഇതിലെ കണക്കൊന്നും ശരിയല്ലല്ലോ എന്ന് രാജേശ്വരി ചോദിക്കേ. അത് കൂട്ടി എഴുതാത്തതായിരിക്കും ആന്റി എന്ന് ആസിഫും. കൂട്ടി എഴുതാത്തതോ? സിന്ധുവിന് ഇവിടെ എന്തായിരുന്നു ജോലി? റിസപ്ഷനിസ്റ്റ് എന്നും പറഞ്ഞ് കസേരയിൽ മലർന്നു കിടക്കുന്നതോ? അസി, നിന്നോട് ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്ന് രാജേശ്വരി ചോദിക്കേ. സിന്ധു കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്ന് ആസിഫും. അങ്ങനെ കണ്ണടച്ച് ഏൽപ്പിക്കാൻ പറ്റുമോടാ? ഇപ്പോ എല്ലാം കുളമായി കിടക്കുന്നത് കണ്ടില്ലേ? ആര് സമാധാനം പറയുമെന്ന് രാജേശ്വരി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നിവിനും അങ്ങോട്ടെത്തുകയാണ്. അവനേക്കാണ് അവന്റെ അരികിലേക്ക് ചെന്ന് നീ ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആളെ കിട്ടിയോ എന്ന് രാജേശ്വരി ചോദിക്കേ. കിട്ടിയെന്ന് നിവിനും. എങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാൻ പറ. സിന്ധു വരാമെന്ന് പറഞ്ഞാലും ഇനി അവളെ വേണ്ട, എല്ലാം അലങ്കോലമാക്കിയിട്ടിട്ടാ അവൾ പോയേക്കുന്നു. അതാത് ദിവസത്തെ വരവ് ചെലവ് കണക്ക് പോലും കൃത്യമായിട്ട് എഴുതിയിട്ട് എന്നമ്മ പറയുന്നത് കേൾക്കേ. അപ്പോ എനിക്കാളെ കൊണ്ടുവരാലോ എന്ന് നിവിനും ചോദിക്കും. അതല്ലെങ്കിലും ഞാൻ പറഞ്ഞതല്ലേ എന്ന് അമ്മ ചോദിക്കേ. ദേ, ഞാൻ കൊണ്ടുവന്നിട്ട് പിന്നെ അമ്മ ജോലി ഇല്ലാന്ന് പറയരുതെന്ന് നിവിനും. ഇപ്പോ ദാ ഈ മണിക്കൂറിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം എന്നമ്മ പറയേ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് നിവിന്. എന്താ? ഇനി അവൾക്ക് സിന്ധുവിനെ പോലെ കല്യാണമോ അടിയന്തരമോ വല്ലതും ഉണ്ടോ എന്നമ്മ ചോദിക്കും. അതല്ലമ്മ, അമ്മ ഓക്കെ പറഞ്ഞാലേ ആള് വരൂ എന്ന് നിവിനും. കളക്ടർ ഉദ്യോഗത്തിനൊന്നുമല്ലല്ലോ ക്ഷണിക്കുന്നത്. കാഴ്ചയ്ക്ക് വലിയ വൃത്തികേടുണ്ടാവരുത്. അത്യാവശ്യം കണക്കൊക്കെ കൂട്ടാൻ അറിയണം. പിന്നെ ഇംഗ്ലീഷും തമിഴും ഒക്കെ ഒരുവിധം കൈകാര്യം ചെയ്യാൻ അറിയണം. അതിന് 10ാം ക്ലാസ് പഠിച്ചാലും മതിയെന്ന് അമ്മ പറയേ. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആളാ അമ്മ. കാണാനും നല്ല ഭംഗിയുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞവൻ ആലോചനയോടെ നിൽക്കും. എന്ത് പക്ഷേ എന്നമ്മയും. ഇത് അമ്മയ്ക്കറിയാവുന്ന ആളാ എന്നവൻ പറയേ. എനിക്കറിയാവുന്ന ആളെന്ന് പറയുമ്പോ എന്ന് അമ്മയും. നമ്മുടെ വിനീതില്ലേ, വിനീതിന്റെ അമ്മാവന്റെ മകളാ, അരവിന്ദൻ അങ്കിളിന്റെ എന്നൊരു പരുങ്ങലോടെ നിവിൻ പറയേ. ഏതു മകള് എന്ന് രാജേശ്വരിയും.
ഒരു പരുങ്ങലോടെ കാവേരി എന്ന് നിവിൻ പറയേ. രാജേശ്വരിയും ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കി നിൽപ്പാ. എല്ലാം കേട്ടു നിന്ന ആസിഫും അപ്പോ ഇതായിരുന്നല്ലേടാ നിന്റെ മനസ്സിൽ, വെറുതെയല്ല ഇത്രയും ശുഷ്കാന്തി എന്ന് മനസ്സിൽ പറഞ്ഞ് അവനെ നോക്കി നിൽപ്പാ. ദേഷ്യത്തോടെ നിൽക്കുന്ന അമ്മയോടായി അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ലെന്ന് നിവിൻ പറയേ. മരം കയറി പെണ്ണോ, നിന്റെ നേരെ പടക്കം കത്തിച്ചെറിയുകയും എന്റെ കയ്യിൽ സാമ്പാർ ഒഴിക്കുകയും ചെയ്തവളോ എന്ന് ചോദിക്കേ. അതെ അതെ, ഇവിടെ വന്ന് ഗസ്റ്റുകളോട് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാമെന്ന് ആസിഫും. നിവിൻ അവനെ വിരട്ടിക്കൊണ്ട് അമ്മേ അതൊക്കെ ഒരു അബദ്ധമായിട്ട് എന്ന് നിവിൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അബദ്ധമാണല്ലേ എന്റെ നേരെ വിരൽ ചൂണ്ടി ആക്രോശിച്ചതും റിസോർട്ടിലെ സ്റ്റാഫിനോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് എന്നെ പഠിപ്പിക്കാൻ വന്നതുമൊക്കെ അബദ്ധമാണല്ലേ എന്ന് രാജേശ്വരിയും. അന്ന് ആന്റിയെ തല്ലുമെന്ന് വരെ ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞ ആസിഫും രാജേശ്വരിയെ എരികേറ്റുകയാണ്. ഗതികെട്ടതുകൊണ്ടാണമ്മേ, ജോലി കൊടുക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തു എന്ന് നിവിൻ അപേക്ഷിക്കെ. നിന്നോട് ആര് പറഞ്ഞു പോയി വാക്കു കൊടുക്കാൻ എന്ന് രാജേശ്വരി. ആരായാലും മതിയെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞേ എന്ന് നിവിൻ ചോദിക്കെ. എന്ന് കരുതി ആ വീടിന്റെ പരിസരത്ത് പോലും പോകരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നമ്മയും ദേഷ്യത്തോടെ ചോദിക്കുകയാ. അമ്മ, അവര് നല്ല ബുദ്ധിമുട്ടില്ല. ജയപാലങ്ങളിന്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ അരവിന്ദരങ്ങള് എന്ന് നിവിൻ ചോദിക്കെ. ജയപാലേട്ടന്റെ ഫ്രണ്ട് ആയിരുന്നെങ്കിലേ അവരുടെ കാര്യം ജയപാലേട്ടൻ നോക്കിക്കോളൂ, നിനക്കെന്താ എന്ന് രാജേശ്വരിയും. അമ്മ എന്ന് നിവിൻ വിളിക്കേ. നിനക്കിതെന്റെ മുന്നിൽ നിന്ന് ചോദിക്കാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായിന്ന? പക്ഷേ നടക്കില്ല നിവിൻ, വേറെ ആരെ കിട്ടിയില്ലെങ്കിലും ഞാൻ ഇരുന്നോളാം റിസപ്ഷനിന്റെ ചെയറിൽ എന്നമ്മ പറയുന്നത് കേൾക്കെ. അമ്മ ഇരിക്കാനോ? അത്രയും നേരം ഇരുന്ന അമ്മയുടെ കാലിൽ നീര് വരും അമ്മ എന്ന് നിവിനും ഓർമ്മിപ്പിക്കുക. അത് കേൾക്കെ രാജേശ്വരി വീണ്ടും ദേഷ്യത്തോടെ. നീ ഉണ്ടാവുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ കാലുകുത്തി നടക്കാനും ഇരിക്കാനും ഒക്കെ പഠിച്ചവളാ രാജേശ്വരി. എന്റെ കാലില് നീരിറക്കാനായിട്ടെ മോൻ അടുപ്പത്ത് വെള്ളം വെക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രാജേശ്വരി അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോഴേക്കും നിവിനും അവിടെ നിന്ന് ചിരിക്കുന്ന ആസിഫിന്റെ അരികിലേക്ക് ചെന്ന്, നിനക്ക് എന്തിന്റെ കേടാടാ? പേര് തീയിൽ നീ എണ്ണയല്ല പെട്രോൾ ഒഴിച്ചു കൊടുത്ത് എന്ന് പറയേ. എന്റെ പൊന്നു നിവിനെ, നിനക്ക് നിന്റെ അമ്മയുടെയും ആ പെണ്ണിന്റെയും സ്വഭാവം അറിയാം. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരാ രണ്ടുപേരും. ഇവിടേക്ക് ആ പെണ്ണ് കയറി വന്നാലുണ്ടല്ലോ രണ്ടുപേരും ഗോൾ അടിക്കും. അതുമൊത്തം റഫറി ആയി നിൽക്കുന്ന എന്റെ നെഞ്ചത്തോട്ടായിരിക്കും. വഴിയെ പോകുന്ന വയ്യാവലിയെടുത്ത് എന്തിനാടാ റിസോർട്ട് വെക്കുന്നത്? അതിനു പുറമെ നിന്റെ പ്രേമം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വേറെയും എന്ന് ആസിഫ് ഓർമ്മിപ്പിക്കേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് നിവിനും. അതിന് ആന്റി സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് ആസിഫ് ചോദിക്കേ. ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് നിവിൻ തന്റെ മൊബൈൽ എടുത്ത് ആരെയോ വിളിക്കാൻ നോക്കുമ്പോഴേക്കും, ഇനിയിപ്പോ ദൈവത്തെ തന്നെ വിളിച്ചാലേ രക്ഷയുള്ളൂ നിവിനെ. ആ പെണ്ണിന്റെ കാര്യം നീ ഇവിടെ പറയാനേ പാടില്ലായിരുന്നു. ജോലിയും കിട്ടിയില്ല, നാണക്കേടും മിച്ചം എന്ന് ആസിഫ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും നിവിനും പ്രവീണയെ വിളിക്കാൻ തുടങ്ങിയിരുന്നു. പ്രവീണ കോൾ അറ്റൻഡ് ചെയ്ത്, നിവിനെ നിനക്ക് ഈ നമ്പറൊക്കെ അറിയോ എന്ന് ചോദിക്കേ. പിന്നില്ല ആന്റി, എപ്പോഴും വിചാരിക്കാം അങ്ങോട്ടൊന്ന് ഇറങ്ങണമെന്ന് എന്ന് നിവിൻ പറയേ. പിന്നെന്താ ഇറങ്ങാത്തെ? അത്ര വലിയ ദൂരമൊന്നും ഇല്ലല്ലോ എന്ന് പ്രവീണയും. അതല്ല, ജയപാലങ്ങൾ അമ്പലം ചുറ്റി നടക്കുമല്ലേ, ചാലിലാണെങ്കിൽ പഠിപ്പിന്റെ തിരക്കും, അതുകൊണ്ടാ ഞാൻ എന്ന് പ്രവീൺ പറഞ്ഞു നിർത്തുമ്പോഴേക്കും രാഗിണി അവധിക്ക് വരുന്നുണ്ട്, ഒരു കമ്പനിക്ക് ആളാവുമല്ലോ എന്ന് പ്രവീണയും. ആന്റി, ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചേ. നമ്മുടെ അരവിന്ദനങ്ങളിന്റെ മോളില്ലേ കാവേരി, ആ കുട്ടിയെ ഇവിടെ റിസോർട്ടിൽ ജോലിക്ക് വെക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. ഓപ്ഷനിസ്റ്റ് ആയിട്ടെന്ന് നിവിൻ പറയെ. ശാരദ വിളിച്ചിരുന്നു. ജയപാലേട്ടനും രാജിയും അത്ര സുഖത്തിലല്ലോ, അതുകൊണ്ട് ജയപാലേട്ടൻ അതിൽ അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്ന് പ്രവീണ പറയെ. അമ്മയ്ക്ക് ആ കുട്ടിയോട് വലിയ താല്പര്യമില്ല ആന്റി. ജയപാലനങ്ങൾ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ആന്റി ഒരു വാക്കു പറഞ്ഞ അമ്മ ആ കുട്ടിയെ ജോലിക്ക് വെക്കും എന്ന് നിവിൻ പറയെ. ഞാനോ എന്ന് പ്രവീണയും. അതെ, ജയപാലനങ്ങളിനെ താല്പര്യമില്ലാത്തോണ്ടല്ലോ റെക്കമെൻഡ് ചെയ്യാത്തത്, പകരം ആന്റി പറഞ്ഞാൽ മതി. അരവിന്ദനങ്ങളിന്റെ കുടുംബത്തിനെ സഹായിക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് അങ്കിളിന്, ആ വിഷമം മാറിക്കിട്ടും എന്ന് നിവിൻ പറയുമ്പോഴേക്കും രാജേശ്വരിയും അങ്ങോട്ടെത്തി ആസിഫിനോടായി, ഇവിടെ റിസോർട്ട് വിസിറ്റ് ചെയ്യാൻ കുറച്ച് ഓഫീഷ്യൽസ് വരുന്നുണ്ട്, അവർക്ക് റിസോർട്ടിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് രാജേശ്വരി അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങുമ്പോഴേക്കും രാജി ഉണ്ടോ അവിടെ, ഫോൺ ഒന്ന് കൊടുത്തേ എന്ന് പ്രവീണയും. ഉണ്ടെന്ന് പറഞ്ഞ് നിവിൻ അമ്മയെ വിളിച്ച് ഫോൺ കൊടുക്കുകയാ. രാജേശ്വരി കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും, രാജി ഞാൻ പ്രവീണയാ, കാവേരിയുടെ ജോലിക്കാര്യം പറയാനാ വിളിച്ചത്. ആ കുട്ടികളുടെ കാര്യം വലിയ കഷ്ടത്തിലാ രാജി. അരവിന്ദേട്ടൻ ഉണ്ടായിരുന്നപ്പോ രാജകുമാരികളെ പോലെ വളർന്നിരുന്ന കുട്ടികളാ. ജീവിച്ചിരുന്ന അത്രയും കാലം ആ മനുഷ്യൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലെന്ന് രാജിക്ക് അറിയാലോ. എപ്പോഴും നമ്മളിൽ ഒരാളായിരുന്നല്ലോ, പെട്ടെന്നങ്ങ് പോയി. അതിന്റെ കൂടെ വീട് ജപ്തിയുമായി, കടത്തിനു മേലെ കടം. ആ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല. ഓരോ പ്രശ്നം വരുമ്പോഴും ഓടി ഇങ്ങോട്ടാ വരുന്നത്. ജയപാലേട്ടൻ പറ്റുന്ന പോലൊക്കെ സഹായിക്കും, വീടൊക്കെ തിരിച്ചു പിടിച്ചു. എന്നാലും ജീവിക്കാനൊരു ജോലിയോ വരുമാനമോ ഒക്കെ വേണ്ടേ? അങ്ങനെ നിൽക്കുമ്പോഴാ രാജിയുടെ റിസോർട്ടിന്റെ കാര്യം വരുന്നത്. നിങ്ങൾ തമ്മിൽ പിണക്കത്തിലായോണ്ട് ജയപാലേട്ടനെ അങ്ങോട്ട് റെക്കമെൻഡേഷൻ നടത്താൻ ഒരു മടി. ഞാൻ പറയുന്നത് ജയപാലേട്ടൻ പറയുന്നതായിട്ട് ഒന്ന് കണക്കാക്കിയാൽ മതി. ഞാനിത് പറഞ്ഞു എന്നറിഞ്ഞാൽ ജയപാലേട്ടൻ എന്നെ കൊല്ലും. ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമായോണ്ടാ രാജി ഞാൻ ഇതിൽ ഇടപെടുന്നത്. 4 പെൺകുഞ്ഞുങ്ങളല്ലേ, നമ്മളൊക്കെയല്ലേ സഹായിക്കേണ്ടത്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്താൽ നമുക്ക് ആ വിഷമം ഈ ജന്മം മാറോ എന്ന് പ്രവീണ ചോദിക്കേ. ആ കുട്ടി ഒരു അഹങ്കാരിയാ പ്രവീണ എന്ന് രാജേശ്വരിയും. കൂടുതൽ വർത്താനം പറയുമെന്നേ ഉള്ളൂ, ഇപ്പൊ അതും ഇല്ല, മുഴുവൻ നേരവും സങ്കടമാ. അനുഭവങ്ങളല്ലേ രാജി ഓരോന്ന് പഠിപ്പിക്കുന്നത്.
രാജിയുടെ കൂടെ വന്ന കുടുംബച്ചെലവും കഴിയും, അവളിത്തിരി പക്വതയുള്ള കുട്ടിയാവുകയും ചെയ്യും എന്ന് പ്രവീണ പറയുന്നത് കേൾക്കെ വരട്ടെ നോക്കാമെന്ന് രാജിയും. അത് കേൾക്കെ 100 പുണ്യം കിട്ടും രാജി എന്ന് പ്രവീണ പറയുന്നുണ്ടെങ്കിൽ രാജി അത് ഇഷ്ടമാകാതെ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്ത് മൊബൈൽ നിവിന് തിരികെ കൊടുത്ത് റെക്കമെൻഡേഷൻ എന്തായാലും അവളോട് വരാൻ പറയുന്നു പറഞ്ഞ് രാജേശ്വരി അകത്തോട്ട് കയറി പോവുകയാണ്. നിവിനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോഴേക്കും ഡാ അത്ര സന്തോഷമൊന്നും വേണ്ട, പറയുന്നതിനെതിരെ പ്രവർത്തിക്കുന്നയാളാ നിന്റെ അമ്മ. ഈ റെക്കമെൻഡേഷൻ കൊണ്ട് നിന്റെ പ്രിയതമയുടെ കാര്യം കട്ട പോകുകയെന്ന് കൂട്ടിക്കോ എന്ന് ഓർമ്മിപ്പിച്ച് ആസിഫും അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. ടെൻഷനോടെ നിൽക്കുന്ന നിവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാവേരി രാജേശ്വരിയുടെ റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായി ജോലിക്ക് കയറുന്നതും മഹാനദി ഹോം സ്റ്റേ എന്ന പേരിൽ തൻ്റെ വീട്ടിലും ഒരു ഹോം സ്റ്റേ തുടങ്ങുന്നതും ഗംഗയ്ക്ക് വിനീതിനോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നതുമെല്ലാമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.